നമ്മൾ ഇതിനു മുമ്പ് ജാക്കി ചാനും മമ്മൂക്കയും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് നടന്നൊരു സംഭവമാണ്. ഏകദേശം 17 കൊല്ലമായി. ഇതുപോലെ ലാലേട്ടനും ജാക്കി ചാനും തമ്മിലും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. നിലവിൽ നമ്മുടെ ഇന്ത്യൻ നടന്മാർ ഏതൊക്കെ ഹോളിവുഡ് സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. ഈ ദശാവതാരം സിനിമ 2008 ടൈമിലാണ്. എന്നാൽ ടോട്ടലി നോക്കിയാൽ ജാക്കി ചാൻ ഒരു 4 തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആദ്യം വന്നത് 2005 ടൈമിലാണ്. ജാക്കി ചാൻ മലയാളം സംസാരിച്ചു എന്നൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് 2005 പുറത്തിറങ്ങിയ മിത്ത് എന്ന സിനിമയിലാണ്. ഇതിൽ ജാക്കി ചാൻ മലയാളം സംസാരിക്കുന്നുണ്ട്, മലയാളി ആക്ടേഴ്സ് ഉണ്ട്, ഇതുപോലെ കളറി ഫൈറ്റ് സീനുകളെല്ലാം വരുന്നുണ്ട്. പിന്നീടാണ് 2008 വന്നത്. ദശാവതാരം സിനിമയ്ക്ക് ഓഡിയോ ലോഞ്ച് നടത്തിയത് നമ്മുടെ ജാക്കി ചാനാണ്. ഈ ദശാവതാരം സിനിമയ്ക്ക് അന്ന് നല്ലൊരു ഹൈപ്പായിരുന്നു. ആ ഒരു ടൈമിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഒരു പാൻ ഇന്ത്യൻ റിലീസായിരുന്നു. അപ്പോൾ നല്ല പ്രൊമോഷൻ വേണം. അതുകൊണ്ട് ജാക്കി ചാൻ, അമിതാഭ് ബച്ചൻ, മലയാളത്തിൽ നിന്ന് മമ്മൂക്ക, ഇതുപോലെ അസിൻ, വിജയണ്ണൻ എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് അന്ന് രജനീകാന്ത് ഉണ്ടായിരുന്നില്ല. ചീഫ് മിനിസ്റ്റർ கலைஞாநிதி. ஜாக்கி சான் சார் அவங்களோட மிகப்பெரிய ஃபேன் தான். പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 2017 ടൈമിൽ ജാക്കി ചാൻ 3ാം തവണ ഇന്ത്യയിൽ വന്നു. അത് കുങ്ഫു യോഗ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഇതിലെ പല സീനുകളും ഇന്ത്യയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇതിൽ ബോളിവുഡ് നടന്മാരുമുണ്ട്. ഇതുപോലെ ആ ഒരു ടൈമിൽ കാബിൽ ശർമ്മ ഷോയ്ക്ക് വേണ്ടി ജാക്കി ചാൻ വന്നിട്ടുണ്ട്. ഇതുപോലെ പുറത്തെല്ലാം വെച്ച് ജാക്കി ചാൻ ടൈഗർ ഷെറൂഫ്, ജാക്കി ചാൻ സൽമാൻ ഖാൻ, ജാക്കി ചാൻ ഋതിക് റോഷൻ ഇവരെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഋതിക് റോഷൻ വളരെ മികച്ചൊരു ഡാൻസറാണ്. പലർക്കും അറിയില്ല, ഋതിക് റോഷനും ഡാൻസിംഗ് കിങ് ആയിട്ടുള്ള നമ്മുടെ മൈക്കിൾ ജാക്സനും കണ്ടുമുട്ടിയിട്ടുണ്ട്. 2010 കൈറ്റ്സ് എന്നൊരു സിനിമ ഇറങ്ങി. ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത് 2008 ടൈമിലാണ്. അത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ടൈമിൽ ഋതിക് റോഷൻ കേരവലിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടി. മൈക്കിൾ ജാക്സന് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. ഋതിക് റോഷൻ ആദ്യം വിശ്വസിച്ചില്ല. ആരോ പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് കരുതിയത്. ഡോർ തുറന്നപ്പോൾ ഫ്രണ്ടിൽ ജാക്സൺ നിൽക്കുന്നു. ഋതിക് റോഷൻ ആകെ ഷോക്കായി. ശരിക്കും ആ ഒരു പരിസരത്ത് ആ ഒരു ടൈമിൽ മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു. അങ്ങനെ മൈക്കിൾ ജാക്സൺ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഡാൻസ് കണ്ടിട്ടുണ്ട്, വർക്ക് കണ്ടിട്ടുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് അപ്രിഷിയേറ്റ് ചെയ്തു. ഇതൊരു അൺഎക്സ്പെക്ടഡ് മീറ്റിംഗ് ആയിരുന്നു. മൈക്കിൾ ജാക്സൺ വളരെ റയറായി മാത്രമേ ഇങ്ങനെ പേഴ്സണലി മീറ്റ് ചെയ്യാറുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഋതിക് റോഷൻ വളരെ ഷോക്കായി. തന്റെ തലയ്ക്ക് അത് അബ്സോർബ് ചെയ്യാൻ അല്പം ടൈം വേണ്ടി വന്നു എന്നാണ് ഋതിക് റോഷൻ പറയുന്നത്. ഇതുപോലെ മൈക്കിൾ ജാക്സൺ ഇന്ത്യയിൽ വന്നപ്പോൾ ഷാരൂഖ് ഖാനായി മീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് മൈക്കിൾ ജാക്സണും രജനീകാന്തും. നമുക്കറിയാം, ഒരു ടൈമിൽ ഇന്നത്തെ രാജമൗലിയേക്കാൾ വലിയൊരു ബ്രാൻഡ് ഡയറക്ടറായിരുന്നു ശങ്കർ. തന്റെ സിനിമയിൽ എന്തെങ്കിലും ഒരു വലിയ സെറ്റപ്പ് കൊണ്ടുവരാൻ ശങ്കർ പണ്ടും നോക്കാറുണ്ട്, ഇപ്പോഴും നോക്കാറുണ്ട്. തന്റെ അടുത്ത സിനിമ അവതാർ പോലെയായിരിക്കും എന്നാണ് ശങ്കർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിലവിൽ ശങ്കർ അല്പം ഡൗൺ ആണ്. പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ സിനിമ ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റൂ. ഈ ഇന്ത്യൻ 2 സിനിമ ഫ്ലോപ്പായി. ആ ഒരു ടൈമിൽ സിനിമ നല്ല രീതിയിൽ എയറിലും കയറി. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ 3 90% ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിലും റിലീസ് ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ നിലവിൽ ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് കമൽഹാസനും ശങ്കറും തങ്ങൾക്ക് സാലറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തു വെച്ച വർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്ന ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ വേൽപ്പാരി സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അല്പം ഡൗൺ ആണെങ്കിലും പണ്ട് ശങ്കർ ഒരു കിങ് ആയിരുന്നു. അവഞ്ചേഴ്സിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഹോളിവുഡിലെ റൂസോ ബ്രദേഴ്സ് വരെ ശങ്കറിന്റെ എന്തിരൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. 2009 ടൈമിൽ നമ്മുടെ AR റഹ്മാൻ ഓസ്കാർ വിൻ ചെയ്തു. അങ്ങനെ ഗ്ലോബലി ഫേമസ് ആയി. പിന്നീട് മൈക്കിൾ ജാക്സനെ കാണാൻ ചാൻസ് കിട്ടി. AR റഹ്മാന്റെ പാട്ടുകൾ മൈക്കിൾ ജാക്സന് വളരെ ഇഷ്ടപ്പെട്ടു. AR റഹ്മാനുമായി വർക്ക് ചെയ്യാൻ മൈക്കിൾ ജാക്സന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ AR റഹ്മാൻ ഒരു ഐഡിയ വന്നു, എന്തുകൊണ്ട് മൈക്കിൾ ജാക്സന്റെ സോങ് ഒരു ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്നൂടാ. ഈ ഒരു ഐഡിയ ശങ്കറിനോടും പറഞ്ഞു. ശങ്കറിന് വളരെ ഇൻട്രസ്റ്റ് ആയി. എന്തിരൻ സിനിമയിൽ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ട് വേണം എന്നൊരു പ്ലാനിലേക്ക് എത്തി. അത് സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷൻ ആയിരിക്കും. ആ ഒരു ടൈമിൽ തന്നെ മൈക്കിൾ ജാക്സൺ തന്റെ പുതിയൊരു ഇംഗ്ലീഷ് സോങ് റെക്കോർഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പതുക്കെ സെറ്റായി വന്നതായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു ഷോക്കിംഗ് സംഭവം ഉണ്ടായത്. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു. ഈ ഒരു സംഭവം വളരെ ഇമോഷണൽ ആയി. വർഷങ്ങൾ കഴിഞ്ഞാണ് AR റഹ്മാൻ റിവീൽ ചെയ്യുന്നത്. അന്ന് ഈ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ മൈക്കിൾ ജാക്സൺ വീണ്ടും ഇന്ത്യയിൽ വരുമായിരുന്നു, രജനീകാന്തിനെ മീറ്റ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ സോങ് എന്തിരൻ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാൽ സിനിമ ഉറപ്പായും
പാൻ വേൾഡ് ലെവലിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. മറ്റൊരു കാര്യമാണ് ഡോൺലിയും പ്രഭാസും. നിലവിൽ ചില തെലുങ്ക് നടന്മാരോടൊപ്പം ഡോൺലി പോസ് ചെയ്തുള്ള ചില ഫോട്ടോസ് വൈറലാവുന്നുണ്ട്. ഇത് സ്പിരിറ്റ് സിനിമയിലെ ക്രൂ ആണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് എവിടെയും കൺഫേം ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു വർഷം മുന്നേ ഡോൺലിയും പ്രഭാസും തമ്മിലുള്ള ഫോട്ടോസ് വൈറലായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം AI ഫോട്ടോസ് ആണ്. അപ്പോൾ ഈ റൂമേഴ്സ് എല്ലാം ഫേക്ക് ആകാം എന്ന് ആളുകൾ കരുതിയിരിക്കുമ്പോഴാണ് ഡോൺലി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സാലാർ 2ന്റെ പോസ്റ്റർ ഇട്ടത്. പക്ഷെ സ്പിരിറ്റ് സിനിമയിൽ ഡോൺലി ഉണ്ടോ എന്നുള്ളത് 100% കൺഫേം ആയിട്ടില്ല. നിലവിൽ വൈറലാവുന്ന ഫോട്ടോസ് സ്പിരിറ്റ് സിനിമയിലെ ക്രൂ ആണെന്നും കൺഫേം അല്ല. ഈ ഒരു സിനിമ റിലീസ് ആവുന്നത് അടുത്ത വർഷമാണ്. ഡയറക്ടറായ സന്ദീപ് റെഡ്ഡി വാങ്കിക്ക് നിലവിൽ ഒരുപാട് OTT ഓഫേഴ്സ് വന്നിരുന്നു. അതായത് പടം തിയേറ്റേഴ്സിലല്ലാതെ ഡയറക്റ്റ് OTT ആണെങ്കിൽ വലിയൊരു എമൗണ്ട് തരാം, അങ്ങനെയെല്ലാം ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ വാങ്ക് ഇതെല്ലാം റിജക്ട് ചെയ്തു. സിനിമ വളരെ ടൈം എടുത്തു. പാൻ ഇന്ത്യനല്ല, പാൻ വേൾഡ് ലെവലിൽ ഒരു ഗ്ലോബൽ തിയേറ്റർ റിലീസാണ് സന്ദീപ് റെഡ്ഡി വാങ്ക പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ സിനിമയിലെ വില്ലൻ വളരെ പവർഫുൾ ആയ ഒരു ഡിഫറന്റ് വില്ലനാണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുറത്തു നിന്ന് ആരെങ്കിലും ഈ ഒരു സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് നമ്മുടെ ടോം ഹോളണ്ട് ആണ്. സ്പൈഡർമാൻ നടന്മാരായ ടോം ഹോളണ്ട്, സെൻഡയ ഇവരെല്ലാം ഒരു അംബാനി അവന്റിൽ വന്നപ്പോൾ നമ്മുടെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വെഡിങ് അവന്റ് നിങ്ങൾക്ക് അറിയാതിരിക്കാം, സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ഉണ്ടായിരുന്നു. ഇതിൽ ഹോളിവുഡ് സിനിമയുമായി ബന്ധപ്പെട്ട സെലിബ്രിറ്റീസിനെ മാത്രം നോക്കിയ നമ്മുടെ ജോൺ സീന ഒരു റെസ്ലറും നടനുമാണ്. നമ്മുടെ മൈക്ക് ടൈസൺ ലിജൻഡറി ബോക്സറാണ്, ഒരു നടനുമാണ്. ഇതുപോലെ ഡേവിഡ് ബക്കം ഒരു ഫുട്ബോൾ പ്ലെയറാണ്, നടനുമാണ്. ഇതുപോലെ നമ്മുടെ ഷാരൂഖ് ഖാൻ ഹോളിവുഡ് നടനായ വാറൻ ബെറ്റിയുമായി കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഷാരൂഖ് ഖാൻ DiCaprio, ഷാരൂഖ് ഖാൻ ബ്രാഡ് പിറ്റ്, ഷാരൂഖ് ഖാൻ ജാക്കി ചാൻ, ജീൻ ക്ലൗഡ് വാൻഡാം, നമ്മുടെ അക്വാമാൻ, ഇതുപോലെ ടോം ക്രൂയിസ്, ഏഞ്ചലീന ജോളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതുപോലെ നമ്മുടെ സൽമാൻ ഖാനും ജോണി ഡെപ്പും ഇത് വളരെ ലേറ്റസ്റ്റ് ആയ ഒരു event ആണ്. ഇതുപോലെ സൽമാൻ ഖാൻ, ജോൺ ട്രവോൾട്ട, ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് ലെജൻഡായ അർണോൾഡ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് വിക്രം, രജനീകാന്ത് ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു ലെജൻഡായ സിൽവസ്റ്റർ സെലോന്റെ റാംബോ സിനിമയിൽ കമൽ ഹാസൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അബു സലീം അർണോൾഡ്, സൂര്യ അർണോൾഡ്, ആമിർ ഖാൻ അർണോൾഡ്. മറ്റൊരു സംഭവമാണ് ജാക്കി ചാനും ലാലേട്ടനും 2018 നായർ സേന എന്നൊരു സിനിമ അനൗൺസ് ചെയ്തു. ഫ്രീഡം ഫൈറ്ററായ അയ്യപ്പൻ പിള്ള മാധവൻ നായരുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു സിനിമ. സിനിമ നടക്കുന്നത് ഇന്ത്യയിലും ജപ്പാനിലും വെച്ചാണ്. ഇതിലൊരു മാർഷൽ ആർട്സ് ട്രെയിനറിന്റെ റോളിൽ ജാക്കി ചാന്റെ ക്യാമിയോ പ്ലാൻ ചെയ്തിരുന്നു. ഇത് ആ ഒരു ടൈമിൽ വലിയ രീതിയിൽ വൈറലായി. അനൗൺസ് ചെയ്ത സിനിമയാണെങ്കിലും പിന്നീട് ഡിലേ ആയി സിനിമ നടന്നില്ല. രണ്ടാം ഊഴത്തിൽ ജാക്കി ചാൻ ഉണ്ടാവും എന്ന് ചില ന്യൂസുകൾ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം റൂമേഴ്സ് ആയിരുന്നു. മാത്രമല്ല നിലവിൽ രണ്ടാം ഊഴത്തിന്റെ റൈറ്റ്സ് ചേഞ്ച് ആയി. എന്നാൽ നായർ സാൻ റൂമർ ആയിരുന്നില്ല, ഇത് സീരിയസ് ആയി പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. നായർ സാൻ പ്രൊജക്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റിയൽ ന്യൂസുകൾ കാണാൻ പറ്റും. ഇതുപോലെ ഹോളിവുഡ് നടന്മാരെ മീറ്റ് ചെയ്യുക മാത്രമല്ല അഭിനയിച്ച ഇന്ത്യൻ നടന്മാർ ഒരുപാടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മീറ്റ് ചെയ്ത നടന്മാർ ഇനിയും ഒരുപാടുണ്ട്. നമുക്കൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാം. And you are. Give it to me.